വെൽക്കം ടു ഫോർഡോർസ് വിഷൻ. വാഴപ്പിണ്ടിയിൽ അടങ്ങിയിരിക്കുന്ന ഔഷധ ഗുണത്തെക്കുറിച്ചും വാഴപ്പിണ്ടി ജ്യൂസ് എങ്ങനെ ഉണ്ടാക്കാമെന്നും കാണിക്കുന്ന ഒരു വീഡിയോ ആണിത്. വാഴപ്പിണ്ടിയിൽ ധാരാളമായിട്ട് പൊട്ടാസ്യം, വൈറ്റമിൻ B6, വൈറ്റമിൻ C, മഗ്നീഷ്യം, ചെമ്പ്, ഇരുമ്പ്, മാംഗനീസ്, കാർബോഹൈഡ്രേറ്റ്, ഫൈബർ ഇവ ധാരാളമായിട്ട് അടങ്ങിയിരിക്കുന്ന ഒരെണ്ണമാണിത്. ഇത് സൂപ്പർ ഫുഡിൽ പെടുന്നു എന്നുള്ളത് ഒരു പ്രത്യേകത ഉണ്ട്. ഇത് സ്ഥിരമായിട്ട് കഴിച്ചു കഴിഞ്ഞാൽ പ്രമേഹത്തെ തടയാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ഫൈബർ കണ്ടൻറ്റ് കൂടുതലായിട്ടുള്ളത് കൊണ്ട്, അതുപോലെ വാട്ടർ കണ്ടൻറ്റും ഈ ഇതിൽ ഉള്ളതുകൊണ്ട് മലബന്ധം തടയുന്നതിനായിട്ടും വയറ്റിലുണ്ടാകുന്ന അൾസർ ഇല്ലാതാക്കാനായിട്ടും സാധിക്കും എന്നുള്ള ഒരു പ്രത്യേകത ഈ വാഴപ്പിണ്ടിക്ക് ഉണ്ട്. അതുപോലെ ഈ വാഴപ്പിണ്ടി ജ്യൂസ് ആഴ്ചയിൽ 2 പ്രാവശ്യം കുടിച്ചു കഴിഞ്ഞാൽ മനുഷ്യ ശരീരത്തിലുള്ള വിഷാംശങ്ങളെ പുറത്തേക്ക് തള്ളാനായിട്ട് സാധിക്കും. അതുപോലെ അസിഡിറ്റി കുറയ്ക്കാൻ സാധിക്കും. വെയിറ്റ് കൺട്രോൾ ചെയ്ത് ഭാരം കുറയ്ക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ടത് ഇതിൻ്റെ ജ്യൂസ് ആഴ്ചയിൽ 2 പ്രാവശ്യം കുടിച്ചു കഴിഞ്ഞാൽ കിഡ്നി സ്റ്റോൺ വരാതിരിക്കാനായിട്ടും അത് നിയന്ത്രിക്കാനായിട്ടും സാധിക്കും. അതുപോലെ തന്നെ വാർദ്ധക്യത്തെ ചെറുക്കാനായിട്ട്, പ്രായമാകുന്നത് ചെറുക്കാനായിട്ട് ഈ ജ്യൂസ് കുടിച്ചു കഴിഞ്ഞാൽ സാധിക്കും എന്ന് പഠനം തെളിയിച്ചിട്ടുണ്ട്. വിളർച്ച തടയാനായിട്ട് സാധിക്കും. ചീത്ത കൊളസ്ട്രോൾ കളഞ്ഞ് അതുപോലെ തന്നെ BP നിയന്ത്രിക്കാനായിട്ട് സാധിക്കും. മൂത്രനാളിയിലെ അണുബാധ ഇല്ലാതാക്കാനായിട്ട് സാധിക്കും. ഇത്രയും പ്രത്യേകതയുള്ള ഒന്നാണ് ഈ വാഴപ്പിണ്ടി. ഇതുകൊണ്ട് ജ്യൂസ് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ വാഴപ്പിണ്ടി ഇതുപോലെ ചെറിയ കഷ്ണങ്ങളായിട്ടോ അല്ലെ നേരത്തെ കാണിച്ച വീഡിയോയിൽ ചെറിയതായിട്ട് കൊത്തി അരിഞ്ഞോ എടുക്കുക. അതിനുശേഷം മിക്സിയിലേക്ക് ഇത് ഇടുക. വാട്ടർ കണ്ടൻറ്റ് കൂടുതലുള്ളത് കൊണ്ട് ഇതിലേക്ക് ഒരു 1/2 ഗ്ലാസോ അല്ലെങ്കിൽ 3/4 ഗ്ലാസ് വെള്ളം ഒഴിക്കുക. നല്ലവണ്ണം മിക്സി അടച്ചു വെച്ചതിന് ശേഷം ഇത് ഓണാക്കുക. ഓണാക്കി കഴിയുമ്പോഴത്തേക്ക് ഇതുപോലെ ജ്യൂസ് കിട്ടും. അത് നമ്മളൊരു അരിപ്പ വെച്ച് ഒരു ഗ്ലാസ്സിലേക്ക് അരിച്ച് മാറ്റുക. ഇതുപോലെ സ്പൂണ് വെച്ച് ഇളക്കി ആ കംപ്ലീറ്റ് ജ്യൂസും എടുക്കാനായിട്ട് സാധിക്കും. ചിലർ ഇതിൻ്റെ ഈ വരുന്ന വാഴപ്പിണ്ടി അടിച്ചു വരുന്ന ഇത് അരിമാവിലുമൊക്കെ ചേർത്ത് ദോശയായിട്ടൊക്കെ ചുട്ട് പിള്ളേർക്ക് കൊടുക്കാൻ, അതും ഔഷധ ഗുണമാണ്. ചില കുട്ടികളൊന്നും വാഴപ്പിണ്ടി ജ്യൂസോ വാഴപ്പിണ്ടി തോരനോ കഴിക്കത്തില്ല. പക്ഷേ ഈ ഔഷധ ഗുണം ചെല്ലാനായിട്ട് വേണ്ടി വാഴപ്പിണ്ടി ഇതുപോലെ പേസ്റ്റ് ആക്കിയിട്ട് അരിമാവി കലർത്തി ദോശയോ ഇഡ്ഡലിയോ ഒക്കെ ആക്കി മാറ്റാൻ സാധിക്കും. അല്പം ഉപ്പ് ചേർത്ത് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ജ്യൂസ് കുടിക്കാം. അല്ലെങ്കിൽ വെറും വയറ്റിൽ ഇത് കുടിച്ചു കഴിഞ്ഞാൽ പല അസുഖങ്ങളെ നിയന്ത്രിക്കാനായിട്ട് സാധിക്കും. വാഴപ്പിണ്ടി നിസ്സാരക്കാരനല്ല, ഔഷധ ഗുണമുള്ള ഒന്നാണ്.